തിരുവനന്തപുരം കരമന അഖിൽ വധക്കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായതോടെ കൃത്യത്തിലേക്ക് നയിച്ച ഗൂഢാലോചനയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. കൃത്യത്തിൽ ഉൾപ്പെട്ട പ്രധാന പ്രതിയടക്കം 7 പേരും 2 ദിവസത്തിനുള്ളിൽ തന്നെ പിടികൂടാൻ സാധിച്ചത് പോലീസിന് ആശ്വാസമായിട്ടുണ്ട്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അപ്പു എന്ന അഖിൽ, വിനീത് രാജ്, സുമേഷ് എന്നിവരെ ഇന്ന് റിമാൻഡ് ചെയ്യും. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാം, കേരളക്കരയെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു അഖിൽ വധക്കേസ്. പക്ഷേ പ്രതികളെ ഉടനെ തന്നെ പിടികൂടാൻ സാധിച്ചത് പോലീസിനെ അഭിമാനാർഹമായൊരു നേട്ടം തന്നെയല്ലേ? അന്വേഷണം ഇപ്പോൾ ഏത് നിലയിൽ എത്തി നിൽക്കുന്നു? കൂടുതൽ വിവരങ്ങൾ. ശ്രീജ, തിരുവനന്തപുരം കരമന അഖിൽ കൊലപാതകത്തിൽ കൂടുതൽ പ്രതികൾ എല്ലാം തന്നെ പിടിയിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിൻ ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുഴുവൻ പ്രതികളെയും കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. മുഖ്യപ്രതികളായ അപ്പു എന്ന അഖിൽ, ഒപ്പം തന്നെ വിനീത് രാജ്, സുമേഷ് എന്നിവരെ ഇന്ന് റിമാൻഡ് ചെയ്യും. ഈ പിടികൂടിയ 3 പേരും ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ഇവരെ റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. ഏറ്റവും ഒടുവിലെ പിടിയിലായത് ഈ കൃത്യത്തിൽ ഉൾപ്പെട്ട സുമേഷ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സുമേഷിനെയും പോലീസ് പിടികൂടി. കരിക്കകത്ത് നിന്നാണ് സുമേഷിനെ പോലീസ് പിടികൂടുന്നത്. എന്തായാലും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഈ അപ്പു എന്ന് വിളിക്കുന്ന അഖിൽ, ഒപ്പം വിനീത് രാജ്, സുമേഷ് എന്നിവർ. ഇവർ 3 പേരെയും ഇന്നലെയോടുകൂടി തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. അതായത് ഈ കൃത്യത്തിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ സംഘത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമാണ്. പ്രധാനമായും തലസ്ഥാന നഗരിയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു ഗുണ്ട ആക്രമണത്തിൽ വീണ്ടും ഒരു കൊലപാതകം നടക്കുന്നു. അങ്ങനെ വീണ്ടും തലസ്ഥാന നഗരിയെ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് പ്രതികളെല്ലാം തന്നെ പിടികൂടിയിരിക്കുന്നത്. ഒരു പ്രതിയെ മാത്രമാണ് നിലവിൽ, അപ്പു എന്ന അഖിൽരാജിനെ മാത്രമാണ് നിലവിൽ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടുന്നത്. മറ്റെല്ലാ പ്രതികളെയും തിരുവനന്തപുരത്തിന് ഉള്ളിൽ തന്നെ സിറ്റിക്കകത്തു നിന്ന് തന്നെയാണ് പ്രതികളെല്ലാം തന്നെ പിടികൂടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. ഇനി പോലീസ് പ്രധാനമായും നീങ്ങുന്നത് ഈ കൊലപാതകം സംബന്ധിച്ച ഗൂഢാലോചനയിലേക്കാണ്. ഈ ഗൂഢാലോചനയിൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം. അതിനാൽ തന്നെ ഇവരെ ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ഈ 3 പ്രതികളെ കൂടി ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലോ ഇന്നോ നാളെയോ ആയിട്ട് പോലീസ് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. ഇതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി ഈ 3 പ്രതികളെയും ഒപ്പം തന്നെ സംഘത്തിൽ ഇവർക്ക് സഹായികളായി നിന്നിരിക്കുന്ന മറ്റുള്ളവരെയും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കും. ഈ ചോദ്യം ചെയ്യലുകളിൽ ആരുടെയൊക്കെ പങ്കാളിത്തമുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് ഈ കൊലപാതകം സംബന്ധിച്ച ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരും. ഇതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുക. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാന നഗരിയെ ഞെട്ടിച്ച ഒരു ക്രൂര കൊലപാതകത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെയധികം ആശ്വാസമാണ്. ഇന്ന് ഇത് സംബന്ധിച്ച് ചിലപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണങ്ങൾ ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയേക്കാം. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ ഈ കൃത്യത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞത് വളരെയധികം ആശ്വാസവും അഭിമാനവും തന്നെയാണ്. ശ്രീജ.